ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ വേർഡ് സീരീസിൽ കുറച്ച് ലെറ്ററുകൾ കൂടി ബാക്കിയുണ്ടല്ലേ. അപ്പോൾ നമുക്കിന്ന് അതിലേക്കൊന്ന് പോയാലോ. നമ്മളിന്ന് പി എന്ന ലെറ്ററിലെ ഏതാനും വേർഡുകളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വേർഡ്സിലേക്ക് പോവാം. ഫസ്റ്റ് വേർഡ് പീഡിയാട്രിക്. പീഡിയാട്രിക് കുട്ടികളുടെ ചികിത്സാ വിഭാഗത്തിനാണ് പീഡിയാട്രിക് എന്ന് പറയുക. കുട്ടികളുടെ ചികിത്സാ വിഭാഗം പീഡിയാട്രിക്. പാം. പാം മീൻസ് ഉള്ളംകൈ. പാം ഉള്ളംകൈ, നമ്മുടെ ഉള്ളംകൈ. പാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനോട്ടക്കാരൻ അർത്ഥം. കൈനോട്ടക്കാരൻ, കൈരേഖ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരാണ് പാമിസ്റ്റുകൾ. പാമിസ്റ്റ്. പാമ്പർ. പാമ്പറിന് ലാളിച്ച് വഷളാക്കുക. പാമ്പർ ലാളിച്ച് വഷളാക്കുക. കുട്ടികളെയൊക്കെ നമ്മൾ ലാളിച്ച് വഷളാക്കാറുണ്ട് വല്ലാതെ, ആണ് പാമ്പർ. ദേ മേക്ക് ഹിം പാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവനെ ലാളിക്കുന്നു അല്ലെങ്കിൽ ലാളിച്ച് വഷളാക്കുന്നു എന്നർത്ഥം. ദേ മേക്ക് ഹിം പാമ്പർ. അടുത്തത് പാംലെറ്റ്. പാംലെറ്റ് എന്ന് പറഞ്ഞാൽ ലഘുലേഖ. പാംലെറ്റ് ലഘുലേഖ. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ലഘുലേഖകൾ നമ്മുടെ ഇടയിലൊക്കെ വിതരണം ചെയ്യപ്പെടാറുണ്ട് അല്ലേ. പാംലെറ്റ് ചെറിയ ചെറിയ കുറിപ്പുകളായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പാൻ. പാൻ എന്ന് പറഞ്ഞാൽ പരന്ന പാത്രം. പരന്നൊരു പാത്രത്തിനാണ് പാൻ എന്ന് പറയും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള പോട്ടാണ് പാൻ എന്ന് പറയുന്നത്. അടുത്തത് പനാസിയ. പനാസിയ ഒറ്റമൂലി എന്നർത്ഥം. ഒറ്റമൂലി. ഒറ്റമൂലി റെമഡി ഫോർ ഓൾ ഡിസീസസ്. ഇത് എല്ലാ അസുഖങ്ങൾക്കും ഇടയിലുള്ള ഒരു പരിഹാരം, റെമഡി ആണ് ഒറ്റമൂലി എന്ന് പറയുന്നത്. ആയുർവേദവുമായിട്ട് പച്ചമരുന്നുകളൊക്കെ നമ്മൾ പലതും ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഒറ്റമൂലി, പനാസിയ. നെക്സ്റ്റ് പാനിക്. പാനിക് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ഭയം, പെട്ടെന്നുണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ഫ്രൈറ്റ്. സഡൻ ഫ്രൈറ്റ് ആണ് പാനിക്. പാനിക് അറ്റാക്ക് എന്നൊക്കെ വെച്ചില്ലേ, പെട്ടെന്ന് നമ്മളെ ഭയം ആക്രമിക്കുക, ഇതാണ് ഭയം പിടികൂടുക, പാനിക്. ദെൻ പർട്ടിക്കുലർ. പർട്ടിക്കുലർ പ്രത്യേകമായ. പർട്ടിക്കുലർ മീൻസ് പ്രത്യേകമായ, സ്പെഷ്യലായിട്ടുള്ള എന്നർത്ഥം പർട്ടിക്കുലർ. അടുത്തത് പെസഞ്ചറാണ്. പെസഞ്ചർ മീൻസ് യാത്രക്കാരൻ. പെസഞ്ചർ യാത്രക്കാരൻ. പെസഞ്ചർ യാത്രക്കാരൻ. നെക്സ്റ്റ് വൺ പാറ്റ്. പാറ്റ് മീൻസ് തടവുക. തടവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തോടെ തടവുക. അതിനാണ് പാറ്റ് എന്ന് പറയുന്നത്. സ്നേഹത്തോടെ തടവുക. നമ്മുടെ കൊച്ചു കുട്ടികളെ അതുപോലെ വളർത്തുമൃഗങ്ങളെ സ്നേഹത്തോടെ ഓമനിച്ച് വളർത്തുന്ന പെറ്റിനെയൊക്കെ അങ്ങനെ സ്നേഹത്തോടെ തടവാറില്ലേ. ഓക്കെ, അതാണ് പാറ്റ് എന്ന് പറയുന്നത്. പാറ്റ്. ദെൻ നെക്സ്റ്റ് പാത്ത്. പാത്ത് എന്ന് പറഞ്ഞാൽ നടപ്പാത. പാത്ത് നടപ്പാത, നടക്കുന്ന വഴിയാണ് പാത്ത്. നടക്കുന്ന വഴിയാണ് പാത്ത്. പെത്തറ്റിക് എന്ന് പറഞ്ഞാലോ, പെത്തറ്റിക് ദയനീയമായ. പെത്തറ്റിക് ദയനീയമായ എന്നർത്ഥം. ഹീസ് ഇൻ വെരി പെത്തറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളരെ അതിദയനീയമായ അവസ്ഥയിലാണ് എന്നർത്ഥം. വെരി പെത്തറ്റിക്, അതിദയനീയമായ അതാണ് പെത്തറ്റിക് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് പേഷ്യൻസ്. പേഷ്യൻസ് ക്ഷമ. പേഷ്യൻസ് ക്ഷമ. പേഷ്യൻസ് ഇസ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് മാൻ അല്ലേ. ക്ഷമ എന്നത് മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമാണ്. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതാണ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ. പേഷ്യൻസ്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാലോ, പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ രോഗിയാണ്. പേഷ്യൻ്റ് രോഗി. രണ്ട് സ്പെല്ലിങ് മാറി കഴിഞ്ഞാൽ എന്തായി, അർത്ഥമാത്രം മാറിക്കഴിഞ്ഞു. പേഷ്യൻ്റ് രോഗി. അടുത്തത് പാട്രിയറ്റ്. പാട്രിയറ്റ്. പാട്രിയറ്റ് മീൻസ് രാജ്യസ്നേഹി. പാട്രിയറ്റ് രാജ്യസ്നേഹി. രാജ്യസ്നേഹി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫീലിംഗ് ഓഫ് അവർ ഓൺ മദർ കൺട്രി അല്ലേ. നമ്മുടെ സ്വന്തം മാതൃരാജ്യത്തോടുള്ള ഒരു ഫീലിംഗ്, ആ ഫീലിംഗുള്ള വ്യക്തിയാണ് പാട്രിയറ്റ് എന്ന് വിളിക്കുന്നത്. പാട്രിയറ്റ് രാജ്യസ്നേഹി. അടുത്തത് പോഞ്ച്. പോഞ്ച് എന്ന് പറഞ്ഞാൽ കുടവയർ. പോഞ്ച് കുടവയർ. വല്ലാതെ വയർ ഉന്തി നിൽക്കുന്ന അവസ്ഥ ആണ് കുടവയർ. പോഞ്ച്. നെക്സ്റ്റ് പാപ്പർ. പാപ്പർ എന്ന് പറഞ്ഞാൽ പാപ്പരായ വ്യക്തിയാണ് പാപ്പർ എന്ന് പറയാം. പേപ്പർ ഒരുപാട് കടമൊക്കെ വന്നും കൂടി തിരിച്ചെടുക്കാൻ കഴിയാതായാൽ സ്വയം പാപ്പരായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് ചിലരല്ലേ, കോടതിയിലൊക്കെ പോയിട്ട്. ആണ് പാപ്പർ. ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയാണ് പാപ്പർ. പാപ്പർ കണ്ടീഷൻ. ദെൻ പോസ്. പോസ് മീൻസ് ഇടക്ക് നിർത്തുക. പോസ് ഇടക്ക് നിർത്തുക. ഇത് വീഡിയോകളൊക്കെ കാണുമ്പോൾ നാം പോസ് ചെയ്ത് കാണാറില്ലേ, ആണ് പോസ്. പോസ്. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം. പീസ് സമാധാനം.
എല്ലാവരും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം. അല്ലേ? കാശൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം, ബട്ട് സമാധാനം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. കാശുണ്ടായ സമാധാനം ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പീക്ക്. പീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥലത്തിനാണ് പീക്ക് എന്ന് പറയുക. പീക്കസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന പോയിന്റ്. ദെൻ പെസൻറ്റ്. പെസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ. പെസൻറ്റ് കർഷകൻ. ഫാർമർ എന്ന് പറയും. പെസൻറ്റ് ഫാർമർ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വേർഡ്. ഫാർമറാണ്. ഫാർമർ കർഷകൻ ഓർ പെസൻറ്റ്. നെക്സ്റ്റ് വൺ പെബിളാണ്. പെബിൾ എന്ന് പറഞ്ഞാൽ ഉരുളൻ കല്ല്. അത് വെള്ളാരം കല്ല് എന്നൊക്കെ പറയും. ഉരുണ്ട സ്മൂത്ത് ആയിട്ടുള്ള കല്ല്, പുഴയിലും മറ്റും ഇങ്ങനെ ഒഴുകി ഒഴുകി സ്മൂത്തായി വന്നിട്ടുള്ള കല്ലിനെയാണ് പെബിൾ എന്ന് പറയുക. പെബിൾ. നെക്സ്റ്റ് വൺ പെഡിലാണ്. പെഡിൽ. പെഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് വിൽപ്പന നടത്തുന്നവർ. വീട് വീടാന്തരം കയറി വിൽപ്പന നടത്തുന്നവരെ കണ്ടിട്ടില്ലേ? അങ്ങനെ വിൽപ്പന നടത്തുന്നവരെ പെഡ്ലർ എന്ന് പറയും. പെഡ്ലർ. പെഡ്ലർ. സെൽ ഫ്രം ഡോർ ടു ഡോർ. അതായത് വീട് വീടാന്തരം കയറി ഇറങ്ങി വിൽപ്പന നടത്തുന്ന. സെൽ ഫ്രം ഡോർ ടു ഡോർ. ഡോർ ടു ഡോർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസാണ്. ഇത് വീട് വീടാന്തരം എന്നർത്ഥം. ഇതാണ് പെഡ്ലർ. വീട് വീടാന്തരം കയറി വിൽപ്പന നടത്തുന്നവർ. അതാണ് പെഡ്ലർ. നെക്സ്റ്റ് വൺ പെഡസ്ട്രിയൻ. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്നവൻ. കാൽനട യാത്രികരാണ് പെഡസ്ട്രൻ എന്ന് പറയുക. പെഡസ്ട്രൻ. വാഹനങ്ങളൊന്നും ഉപയോഗിക്കാതെ നടന്നു പോകുന്നവരെയാണ് നമ്മൾ പെഡസ്ട്രൈൻ എന്ന് പറയുക. പെഡസ്ട്രൈൻ. പീൽ. പീൽ മീൻസ് തൊലി ഉരിയുക. പീൽ തൊലി ഉരിയുക, തൊലി കളയുക. വെജിറ്റബിൾസ് ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൊലി കളയുന്നതാണ് പീൽ. പീലിംഗ്. പീലിംഗ്. നെക്സ്റ്റ് വൺ പീപ്പ്. പീപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക, അതായത് എത്തി നോക്കുക. അടുത്തത് പെപ്പർ. പെപ്പർ മീൻസ് കുരുമുളക്. സ്പൈസാണ് പെപ്പർ, കുരുമുളക്. നെക്സ്റ്റ് പെർസിക്യൂട്ട്. പെർസിക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിക്കുക. പെർസിക്യൂട്ട് പീഡിപ്പിക്കുക. ട്രീറ്റ് വിത്ത് ക്രൂവലി. ട്രീറ്റ് വിത്ത് ക്രൂവലി. ക്രൂരമായിട്ട് പെരുമാറുന്നതിനാണ് പെർസിക്യൂട്ട് എന്ന് പറയാം. പെർസിക്യൂട്ട് പീഡിപ്പിക്കുക. ദെൻ പെസ്റ്റിസൈഡ്. പെസ്റ്റിസൈഡ് എന്ന് കീടനാശിനി. പെസ്റ്റിസൈഡ് കീടനാശിനി. പെസ്റ്റ് കില്ലർ. പെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടം. കീടങ്ങളെയാണ് പെസ്റ്റ് എന്ന് പറയുക. പെസ്റ്റ് കില്ലർ എന്ന് പറഞ്ഞാൽ കീടങ്ങളെ കൊല്ലുന്നത്. കീടനാശിനി പ്രാണികളെ കീടങ്ങളെയൊക്കെ കൊല്ലുവാൻ ഉപയോഗിക്കുന്നതിനാണ് പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് പെസിൽ. പെസിൽ എന്ന് പറഞ്ഞാൽ ഉലക്ക. പെസിൽ ഉലക്ക. ധാന്യങ്ങളും മറ്റും ഇടിക്കുന്ന സാധനമാണത് പെസിൽ. പണ്ട് പഴയ വീടുകളിലൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ അധികാരം അതൊന്നും യൂസ് ചെയ്യുന്നില്ല. പെസിൽ ഉലക്ക. ദെൻ പിക്ക്. പിക്ക് മീൻസ് എടുക്കുക. പിക്ക് എടുക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്നർത്ഥം. പിക്ക്. പിൽ. പിൽ എന്ന് വെച്ചാൽ ഗുളിക. പിൽ ഗുളിക. കാപ്സ്യൂൾ. സ്ലീപ്പിംഗ് പിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്ക ഗുളിക. പിൽ ഗുളിക. പിലോ തലയിണ. പിലോ തലയിണ. പിമ്പിൾ. പിമ്പിൾ മുഖക്കുരു. മുഖത്ത് വരുന്ന കുരുക്കൾക്കാണ് പിമ്പിൾ എന്ന് പറയുക. പിമ്പിൾ മുഖക്കുരു. പില്ലോ തലയിണ. ദ നെക്സ്റ്റ് വൺ പ്ലൻറ്റി. പ്ലൻറ്റി മീൻസ് ധാരാളം എന്നർത്ഥം. പ്ലൻറ്റി ധാരാളം. മോർ ദാൻ ഇനഫ്. മോർ ദാൻ ഇനഫ് എന്ന് വെച്ചാൽ മതിയായതിനേക്കാളും കൂടുതൽ. അതാണ് മോർ ദാൻ ഇനഫ്. അതിനാണ് പ്ലൻറ്റി എന്ന് പറയുക. ധാരാളം. മോർ ദാൻ ഇനഫ്. നെക്സ്റ്റ് പ്ലക്ക്. പ്ലക്ക് എന്ന് പറഞ്ഞാൽ പിഴുതെടുക്കുക അല്ലെങ്കിൽ പറിച്ചെടുക്കുക എന്നർത്ഥം. ചെടിയൊക്കെ ഇങ്ങനെ വേരോടെ പിഴുതെടുക്കാറില്ലേ? ചെടിയിൽ നിന്ന് പൂക്കൾ പറിച്ചെടുക്കുക. അതിന് പ്ലക്ക് എന്ന് പറയാം. പ്ലക്ക്. ദെൻ പോസ്റ്റ്പോൺ. പോസ്റ്റ്പോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക. പോസ്റ്റ്പോൺ മാറ്റി വയ്ക്കുക. അപ്പം നടക്കാനിരിക്കുന്ന ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ മറ്റൊരു സമയത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനാണ് പോസ്റ്റ്പോൺ എന്ന് പറയുക. പോസ്റ്റ്പോൺ. ദെൻ നെക്സ്റ്റ് വൺ പോറാണ്. പോർ ഒഴിക്കുക. പോർ ഒഴിക്കുക. ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എങ്ങനെ പറയാം? പോർ ദ ടീ ഇൻ ടു ദി ഗ്ലാസ്. പോർ ദ ടീ ഇൻ ടു ദി ഗ്ലാസ്. ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. പോർ ദ ടീ ഇൻ ടു ദി ഗ്ലാസ്. നെക്സ്റ്റ് വൺ പ്രിക്കോഷൻ. പ്രിക്കോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകരുതൽ. പ്രിക്കോഷൻ മുൻകരുതൽ. കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുതൽ അല്ലെങ്കിൽ ജാഗ്രത എന്നർത്ഥം. കോഷൻ കരുതൽ അഥവാ ജാഗ്രത. അപ്പോൾ പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ മുൻകരുതൽ. പ്രഷ്യസ്. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ മൂല്യമേറിയ എന്നർത്ഥം. പ്രഷ്യസ് വിലപിടിപ്പുള്ള അഥവാ മൂല്യമേറിയ.
മൂല്യമേറിയ. പ്ലാറ്റിനം ഈസ് എ പ്രഷ്യസ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിനം വളരെ മൂല്യമേറിയ ഒരു ലോഹമാണ്, മൂല്യമേറിയ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ലോഹമാണ്. നെക്സ്റ്റ് വൺ പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ പ്രവചനം. പ്രഡിക്ഷൻ പ്രവചനം. ഭാവിയൊക്കെ നമ്മൾ പ്രവചിക്കുന്നവരെ നമ്മളെന്താ വിളിക്കുക? ഫോർച്യൂൺ ടെല്ലർ എന്ന് വിളിക്കും. ഫോർച്യൂൺ ടെല്ലർ ഭാവിയൊക്കെ പ്രവചിക്കുന്നവർ. ഭാവിയിൽ നിന്ന് നടക്കില്ല എന്നൊക്കെ പറയാൻ നാളെയാണ് ഫോർച്യൂൺ ടെല്ലർ. അങ്ങനെ പ്രവചിക്കുന്നതിനാണ് പ്രഡിക്ഷൻ എന്ന് പറയുക. പ്രഡിക്ഷൻ. ദെൻ പ്രെമിസസ്. പ്രെമിസസ് വീടിന് ചുറ്റുമുള്ള പരിസരം, അതാണ് പ്രെമിസസ്. ഗൃഹപരിസരം. ചുറ്റുപാട് ആണ് പ്രെമിസസ്. പ്രെമിസസ് ചുറ്റുപാട്, പരിസരം. അടുത്തത് പ്രിസേർവ്. പ്രിസേർവ് മീൻസ് കാത്തു സൂക്ഷിക്കുക. പ്രിസേർവ് കാത്തു സൂക്ഷിക്കുക അഥവാ കേടുകൂടാതെ സൂക്ഷിക്കുക. കേടുകൂടാതെ സൂക്ഷിക്കുക. കീപ് സേഫ്. സേഫായി സൂക്ഷിക്കുക. കീപ് സേഫ്. ഇപ്പം അച്ചാറൊക്കെ നമ്മൾ കേടുവരാതിരിക്കാൻ അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കാറുണ്ട്. പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചാർ കേടുവരാതിരിക്കാൻ ചേർക്കുന്ന സാധനം, അതാണ് പ്രിസർവേറ്റീവ്സ്. പ്രിസർവ് കാത്തു സൂക്ഷിക്കുക, കേടുവരാതെ സൂക്ഷിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രിറ്റൻഡ്. പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക. പ്രിറ്റൻഡ് അഭിനയിക്കുക. പ്രിറ്റൻഡ് അഭിനയിക്കുക. ദെൻ പ്രിറ്റി. പ്രിറ്റി അഴകുള്ള. പ്രിറ്റി അഴകുള്ള, ചാമിങ് ആയിട്ടുള്ള, ആകർഷകത്വമുള്ള എന്നർത്ഥം. പ്രിറ്റി ആകർഷകത്വമുള്ള. നെക്സ്റ്റ് വൺ പ്രിവെൻറ്റ് ആണ്. പ്രിവെൻറ്റ് തടയുക. പ്രിവെൻറ്റ് തടയുക. പ്രിവെൻറ്റ് മീൻസ് തടയുക. നെക്സ്റ്റ് വൺ പ്രൊസീഡ്. പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നീങ്ങുക. ഗോഡ് പ്രൊസീഡ് ചെയ്യുക. യു ക്യാൻ പ്രൊസീഡ് ദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കിതുമായിട്ട് മുന്നോട്ട് പോവാം എന്നർത്ഥം. പ്രൊസീഡ് തുടർന്നുള്ളത് ചെയ്യുക എന്നർത്ഥം. പ്രൊസീഡ്. നെക്സ്റ്റ് പ്രൊഫഷൻ. പ്രൊഫഷൻ തൊഴിൽ, അതായത് പ്രത്യേക വൈഭവം ആവശ്യമുള്ള തൊഴിലിനെയാണ് പ്രൊഫഷൻ എന്ന് പറയുക. ആൻ ഒക്യുപ്പേഷൻ ഡിമാൻഡ്സ് സ്പെഷ്യൽ നോളജ്. നെക്സ്റ്റ് പ്രോഹിബിറ്റ്. പ്രോഹിബിറ്റ് നിരോധിക്കുക. പ്രൊഹിബിറ്റ് നിരോധിക്കുക. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ നിരോധനം. നിരോധനം. ഇറ്റ്സ് എ പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് നിരോധിത മേഖലയാണ് എന്നർത്ഥം. ഇറ്റ്സ് എ പ്രൊഹിബിറ്റഡ് ഏരിയ. നെക്സ്റ്റ് വൺ പ്രൊട്ടക്റ്റ് ആണ്. പ്രൊട്ടക്റ്റ് സംരക്ഷിക്കുക. പ്രൊട്ടക്റ്റ് സംരക്ഷിക്കുക. പ്രൊട്ടക്റ്റ് സംരക്ഷിക്കുക. നെക്സ്റ്റ് പ്രൊവേർബ്. പ്രൊവേർബ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ല്. പ്രൊവേർബ് പഴഞ്ചൊല്ല്. പല വിധത്തിലുള്ള പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പഴമക്കാർ വായ്മൊഴിയായിട്ട് പറഞ്ഞിങ്ങനെ കൈമാറി വന്ന ചൊല്ലുകളെയാണ് നമ്മൾ പഴഞ്ചൊല്ല് എന്ന് പറയാം. പഴഞ്ചൊല്ല് എന്തിനും ഏതിനും നമ്മൾ പഴഞ്ചൊല്ലുകൾ പറയാറുണ്ട്. അതാണ് പ്രൊവേർബ്. പ്രൊവേർബ് പഴഞ്ചൊല്ല്. പ്രൊവൈഡ് നൽകുക അല്ലെങ്കിൽ സജ്ജമാക്കുക എന്നർത്ഥം. പ്രൊവൈഡ് നൽകുക അഥവാ സജ്ജമാക്കുക. സജ്ജമാക്കുക. പുൾ. പുൾ മീൻസ് വലിക്കുക. പുൾ വലിക്കുക. പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക എന്നർത്ഥം. പുൾ വലിക്കുക. പുൾ ദി ഡോർ. ഡോർ വലിക്കുക. പുൾ ദി ഡോർ. ദെൻ പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിക്കാണ് പ്യൂപ്പിൾ എന്ന് പറയുക. പ്യൂപ്പിൾ. പ്യൂപ്പിൾ. മറ്റൊരർത്ഥം വിദ്യാർത്ഥി. മറ്റൊരു അർത്ഥമാണ് വിദ്യാർത്ഥി. വിദ്യാർത്ഥി, കൃഷ്ണമണി, രണ്ടിനും പ്യൂപ്പിൾ എന്ന് പറയും. ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് അല്ലേ? പീപ്പിൾ, കൃഷ്ണമണി, വിദ്യാർത്ഥി. നെക്സ്റ്റ് വൺ പേർപ്പസ് ആണ്. പേർപ്പസ് ലക്ഷ്യം. പേർപ്പസ് മീൻസ് ലക്ഷ്യം. ലക്ഷ്യം. വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ലൈഫ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പേർപ്പസ്. നെക്സ്റ്റ് വൺ പെർസ്യൂ. പെർസ്യൂ മീൻസ് പിന്തുടരുക. പെർസ്യൂ പിന്തുടരുക, ഫോളോ ചെയ്യുക. പിന്തുടരുക അഥവാ ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വേർഡുകളും മീനിങ്ങുകളും ജസ്റ്റ് ഒന്ന് കേട്ടു പോകുന്നത് നല്ലതാണ്. നല്ല വാക്കുകൾ പരിചയിക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ.